ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് സൂര്യയുടെ അപ്കമിങ് മൂവീസ് ഏതൊക്കെയാണെന്നും പിന്നെ കോളിവുഡ് ഇൻഡസ്ട്രിയെ രക്ഷിക്കാൻ ഇനി സൂര്യ മാത്രം, ഈ ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് അവസാനം വരുന്ന കാണണം, ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതിനകത്തൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്ന് സൂര്യയുടെ അപ്കമിങ് മൂവീസും പിന്നെ കോളിവുഡ് ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ നില എന്തുവെന്നും. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷം കൊണ്ട് കോളിവുഡ് ഇൻഡസ്ട്രി തളപതി വിജയുടെ കയ്യിലായിരുന്നു. വേറെ എന്ന് വെച്ചാൽ ഒരു മോശ സിനിമ ഇപ്പം വിജയ് CM ആയിട്ടുണ്ട്. സി ജോസഫ് വിജയ്. ഈ കഴിഞ്ഞ 10 വർഷം കോളിവുഡ് ഇൻഡസ്ട്രി വിജയണ്ണൻ്റെ കയ്യിലായിരുന്നു. കാരണം ഒരു മോശ സിനിമ ഇറക്കിയാൽ പോലും എനിക്കറിയാം, കത്തി കഴിഞ്ഞിട്ട് വിജയണ്ണൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് പറഞ്ഞാൽ മാസ്റ്ററിൻ്റെ ഫസ്റ്റ് ഹാഫ്. മാസ്റ്റർ എനിക്ക് ഇഷ്ടപ്പെട്ട്, ഫസ്റ്റ് ഹാഫ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടെ. എൻ്റെ ഏറ്റവും വിജയണ്ണൻ്റെ കരിയറിലെ ഏറ്റവും നല്ല ക്യാരക്ടർ ഏതാന്ന് നോക്കിയാൽ ഞാൻ സെക്കൻഡ് ഹാഫിലല്ല, ഫസ്റ്റ് ഹാഫിലെ JD മാസ്റ്റർ. പിന്നെ ലിയോയുടെ ഫസ്റ്റ് ഹാഫ്. പിന്നെ എല്ലാവരും ട്രോളിയാലും എനിക്ക് ഗോട്ടിൻ്റെ സെക്കൻഡ് ഹാഫ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇത്രയാണ് വില്ലൻ ക്യാരക്ടർ ഗോട്ടിനകത്തെ. ഇത്രയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബാക്കിയുള്ള 10 വർഷം കത്തി കഴിഞ്ഞിട്ട് ഇറങ്ങിയ സിനിമകൾ എല്ലാം എടുത്ത് നോക്കിയാൽ മതി. ഏറ്റവും മോശം സിനിമ ഏതെന്ന് വെച്ചാൽ വിജയുടെ സിനിമയായിരിക്കും. പക്ഷേ ഇതൊക്കെ താങ്ങി നിർത്തുന്നത് സ്റ്റാർഡം ഉണ്ട്. അത് വിജയണ്ണന് കൂടുതലായിരുന്നു. ഏത് മോശം സിനിമ എടുത്താലും പുള്ളിക്കാരൻ്റെ സിനിമ അത്യാവശ്യം ലാഭം ഉണ്ടാക്കി കൊടുക്കും. പ്രൊഡ്യൂസർക്ക് നഷ്ടം ഉണ്ടാക്കത്തില്ല, ലാഭം ഉണ്ടാക്കി കൊടുക്കത്തുള്ളൂ. അതാണ് വിജയണ്ണൻ്റെ സ്റ്റാർഡം. പുള്ളിക്കാരനായിരുന്നു ആ ഇൻഡസ്ട്രി താങ്ങി നിർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള നടന്മാരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സൂര്യണ്ണൻ്റെ കാര്യം നമുക്കറിയാം. കുറേ നാൾ എനിക്കൊന്ന് 24-ന് ശേഷം ഇപ്പോഴാണ് ഒരു പടം സൂപ്പർ ഹിറ്റിലോട്ട് ആയി മാറിയത്. അത് കറുപ്പ്. എനിക്കത് പടം എൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടം ആയിട്ടില്ല. പക്ഷേ ആ പടം ഇപ്പോൾ സൂപ്പർ ഹിറ്റിലോട്ട് ആയിട്ടുണ്ട്. അതിന് മുമ്പ് 24 ആയിരുന്നു ഒന്ന് ഹിറ്റായി വന്നത്. അതിനുശേഷം ഒന്നും വന്നിട്ടില്ല. പിന്നെ അജിത്ത് ആയാലും ഇപ്പം പടം പരിപാടി നിർത്താൻ പോവുക. അജിത്തും അത്യാവശ്യം നല്ല ഒരു മോശം സിനിമയായാലും അത്യാവശ്യം ഒരു ആവറേജ് പടമാക്കി കൊടുക്കാൻ അജിത്തിന് പറ്റും. തമിഴ്നാട്ടിൽ ഇവിടെ അത്രയുള്ള കഴിവില്ല. അപ്പോൾ പുള്ളിക്കാരനും വേറൊരു മേഖലയിലോട്ട് കടക്കാൻ പോകും. ഇപ്പോൾ അവസാനത്തെ സിനിമ ഇനി ഇറങ്ങിയിട്ട് നിർത്തുക പുള്ളി. പിന്നെ രജനീകാന്തും രജനി സാറും കമലഹാസനും ഇവരുടെ എക്സ്പയറിങ് കഴിഞ്ഞിട്ട് കാലം കുറേയായി. പിന്നെ അവരെ വെച്ച് ഒപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ. കാരണം ഈ 2010-നൊക്കെ ശേഷം അല്ലെങ്കിൽ 2000-ന് ശേഷം ഇവരുടെയൊക്കെ പരിപാടി അറിയാം, ഇപ്പോൾ പ്രായം കൂടുന്നതനുസരിച്ച് അവരുടെ കഴിവും കുറയും. അപ്പം ആ ഒരു സ്റ്റാർഡം ഇപ്പോൾ അവർക്ക് ഉണ്ടെങ്കിലും എക്സ്പയറിങ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ഒപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ധനുഷിൻ്റെ കാര്യം. ധനുഷാണെങ്കിൽ ചൈനയുടെ സ്ഥാനത്തിൻ്റെ കൂട്ട ഓടിയാൽ ഓടി എന്ന് വേണമെങ്കിലേ പറയാൻ പറ്റും. ധനുഷിനെ കൊണ്ടും വലിയ പരിപാടിയൊന്നും നടക്കുന്നില്ല. പിന്നെ ശിവകാർത്തികേയൻ, തുപ്പാക്കി കുടുംബോ ശിവ എന്ന് പറയുന്നതിൻ്റെ കൂട്ട് ശിവകാർത്തികേയൻ ഇമിറ്റേറ്റാണ്, വിജയുടെ കറക്റ്റ് ഇമിറ്റേറ്റ് ചെയ്താണ് കയറി വന്നിട്ടുള്ളത്. ശിവകാർത്തികേയനെ കൊണ്ടും ഇപ്പം ഈ നിലവിൽ, ഭാവിയിൽ എപ്പോഴാണെന്ന് അറിയത്തില്ല, നിലവിൽ താങ്ങി നിർത്താൻ വലിയ ഒരു പരിപാടി ഇപ്പോൾ ഇല്ല. പിന്നെ വിക്രത്തിൻ്റെ അവസാനം ഇറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഏതെന്ന് വെച്ചാൽ അന്യന. അത് 2005-ൽ ഇറങ്ങിയ അന്യന. അതിനുശേഷം പുള്ളിക്കാരനൊരു എടുത്തു പറയാനൊരു ഹിറ്റില്ല. അത്യാവശ്യം തട്ടിയും മുട്ടിയൊക്കെ ഒന്ന് ആവറേജ് പടമായിട്ട് വന്നിട്ടേ ഉള്ളൂ. പിന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ പടം കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പടം നല്ലൊരു ഫ്ലോപ്പ്, നല്ലൊരു നഷ്ടം ഉണ്ടാക്കിയിട്ട് ഒരു സിനിമയായിരുന്നു ബാക്കി വിക്രത്തിനെയും ഇപ്പം രക്ഷപ്പെടുത്തിക്കേണ്ട ഒരു ആവശ്യം കോളിവുഡ് ഇൻഡസ്ട്രിയിലുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ആരുണ്ട്? ജയൻ രവിക്കൊന്നും പറ്റത്തില്ലെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാം. പിന്നെ ചിമ്പുവിനെ കൊണ്ടൊന്നും പറ്റൂല. പിന്നെ ഇപ്പോൾ ഇറങ്ങിയ പൃഥ്വിരാജ് അതിനെ കൊണ്ട് ഇപ്പോൾ കയറി വരുന്നതേ ഉള്ളൂ. അവരൊക്കെ ഇമിറ്റേറ്റ് ചെയ്താലും ഒരു ഇൻഡസ്ട്രി താങ്ങി നിർത്താനുള്ള കഴിവ് ഇവർക്കൊന്നും ഇല്ല. ഇനി ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ സൂര്യ മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാം എടുത്ത് നോക്കിയോ, വേറെ ആക്ടർമാരെയോ എല്ലാം എടുത്ത് നോക്കിയോ, സൂര്യ മാത്രമേ ഉള്ളൂ. സൂര്യ എന്ന് പറഞ്ഞാൽ 24 എടുക്കുമ്പോൾ എനിക്ക് എടുത്ത് പറയേണ്ടതാണ് സൂര്യയും വിക്രവും. ഇവർ രണ്ടുപേരെയും കഴിവിൻ്റെ താഴെയുള്ളൂ ബാക്കിയുള്ള ആക്ടർമാർ. പക്ഷേ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഫ്ലോപ്പ് കിട്ടിയിട്ടുള്ളത്. സൂര്യ എന്ന് പറഞ്ഞാൽ സൂര്യയുടെ ഗജനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ഗജനി. കണ്ടാലും മതി വരാത്തൊരു സിനിമ. ഞാൻ എപ്പോഴായാലും ഗജനി എനിക്ക് ഇഷ്ടപ്പെട്ട തമിഴ് സിനിമ. എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ വിജയ് ഫാനാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തമിഴ് സിനിമ എന്ന് വെച്ചാൽ എനിക്ക് ഗജനി എനിക്ക് അന്യനും ഇഷ്ടമാണ്. പക്ഷേ എങ്കിലും എനിക്ക് അന്യനെ ഞാൻ വേറെ ലെവലിലാണ് വെച്ചേക്കുന്നത്. എനിക്ക് ഗജനിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ. പിന്നെ ഭാരണമായിട്ട് എടുത്ത് നോക്ക്, അയൺ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സൂര്യയുടെ പീക്ക് സമയത്തുള്ള. പിന്നെ പുള്ളിക്കാരൻ അടിപറ്റി റിസ്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോ കാലത്തിനനുസരിച്ച് ഇറങ്ങുന്ന ഒരു സിനിമയുണ്ട്. പക്ഷേ സൂര്യയ്ക്ക് തന്നെ ഒരു കഥ കേൾക്കുമ്പോൾ അറിയാം, സൂര്യയെ ഇഷ്ടപ്പെടുന്ന കുറേ പ്രേക്ഷകരുണ്ട്. അവർക്ക് ഈ ഒരു പടം അക്സെപ്റ്റ് ആവത്തില്ലെന്ന് തന്നെ സൂര്യയ്ക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. പക്ഷേ അത് ചെയ്ത് റിസ്ക് എടുത്ത് ആ പടം വെളിയിൽ കൊണ്ടുവരാൻ സൂര്യ ശ്രമിക്കാറുണ്ട്. അതാണ് സൂര്യയുടെ വിജയം. കാരണം ഒരു 10 വർഷം മുന്നേ സൂര്യ ചെയ്തിട്ടുള്ള, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്, 10 വർഷം മുന്നേ സൂര്യ പരീക്ഷിച്ചിട്ടുള്ള സിനിമകൾ ഇപ്പോൾ അത് ട്രെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കോവിഡിന് ശേഷം അത് ട്രെൻഡായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് ട്രെൻഡല്ല. പക്ഷേ 24-ൻ്റെ ഡയറക്ടർ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 24-ൻ്റെ കഥ കുറേ ഡയറക്ടർമാർക്ക് മുന്നേ പറഞ്ഞപ്പം അവരാരും അക്സെപ്റ്റ് ചെയ്തില്ല.
പക്ഷെ അത് സൂര്യയുടെ അടുത്ത് പറയുമ്പോൾ സൂര്യ അത് എടുക്കുന്നതിന് മുന്നേ അറിയാം ആ പടം അക്സെപ്റ്റ് ആക്കാൻ കുറേ പാടായിരിക്കും. പക്ഷെ അത് ഡയറക്ടർ തന്നെ പറഞ്ഞ സൂര്യ അത് റിസ്ക് എടുത്ത് ആ പടം ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ആ പടം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് 24. അതിപ്പം അതൊരു സയൻസ് ഫിക്ഷൻ ആയാലും ഫാന്റസി പടമായാലും ആ സമയത്ത് അത് പ്രേക്ഷകർ അക്സെപ്റ്റ് ആക്കത്തില്ലായിരുന്നു. പക്ഷെ ആ പടം ഹിറ്റായ ഒരു പടം കൂടിയാണ്. പിന്നെ വിജയ് ആ സമയത്ത് ഒരു പുലി എന്ന് പറഞ്ഞൊരു പടം ഫാന്റസി കൊണ്ടുവന്നായിരുന്നു. പക്ഷെ അതൊരു പുതിയ ഒരു മോഡലിൽ ഇറക്കിയതാണ്. പക്ഷെ അതൊരു ഇംഗ്ലീഷ് മോഡലിൽ ഇറക്കിയൊരു പടമാണ്. പക്ഷെ അത് കൂടുതൽ പേരിൽ അത് നെഗറ്റീവ് കിട്ടി. ഞാനിപ്പോഴും ഓർമ്മയുണ്ട്, പുലി ഞാൻ ഫസ്റ്റ് ഡേ അല്ല കാണാൻ പോയതാണ്. ഞാൻ ഫസ്റ്റ് സമയങ്ങളിൽ കാണാൻ പോയതാണ്. ഇൻട്രോ കഴിഞ്ഞ് അതിനകത്ത് ശ്രുതി ഹസൻ്റെ ഇൻട്രോ ഉണ്ടല്ലോ, ശ്രുതി ഹസൻ ഇൻട്രോ കഴിഞ്ഞിട്ട് ഒരു സോങ് ഉണ്ട്. സോങ് കഴിഞ്ഞിട്ട് ഒരു ഇത് കാണിക്കുന്നുണ്ട്, ഒരു ദുരന്തം കാണിക്കുന്നുണ്ട്. ആ ദുരന്തം ആയപ്പോൾ അതായത് ഇൻ്റർവെല്ലിന് ഏകദേശം മുന്നേ തിയേറ്ററിലെ പകുതി ആൾക്കാർ പുലി കാണാതെ ഇറങ്ങിപ്പോയി. അതെനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു ആ പടം. അപ്പോൾ അതിനുശേഷം വിജയുടെ പടമൊക്കെ ഏത് മോശപ്പടമായാലും പടം നല്ല രീതിയിൽ കളക്ട് ആവുകയും ബെനിഫിറ്റ്, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും. പക്ഷെ പടം നല്ല രീതിയിൽ കളക്ട് ചെയ്ത് വിജയണ്ണനെ വേറെ അത് ഒരു സ്റ്റാർഡാണത്. അപ്പം സൂര്യ ഇനി വരാനുള്ള അപ്കമിങ് മൂവീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ മാസം തന്നെ കറുപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ആഗസ്റ്റ് മാസത്തിൽ റിലീസുണ്ട് വിശ്വനാഥ് ആൻഡ് സൺസ്. വെങ്കി അത്ലൂരിയാണ് എൻ്റെ ഡയറക്ടർ. ഒരു ഫാമിലി പടം, ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്, ഒരു ഫാമിലി പടം. അത് എനിക്ക് കണ്ടിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഓടിയാൽ ഓടി എന്ന് വേണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ. സൂര്യയുടെ ആ സ്റ്റാർഡം വെച്ചുള്ള ഒരു പടമല്ല ഇത്, അത്യാവശ്യം ഒരു ഫാമിലി പടമാണ്. പിന്നെ അടുത്ത സ്റ്റാർഡം വെച്ച് ഇറങ്ങാൻ പോകുന്ന പടമാണ് സൂര്യ 47 എന്ന് പറയുന്നൊരു പടം. അത് മലയാളത്തിലെ ജിത്തു മാധവൻ, അതായത് ആവേശത്തിൻ്റെ ഡയറക്ടർ ജിത്തു മാധവൻ ഡയറക്ഷൻ ചെയ്യുന്ന സിനിമയാണ്. ഞാൻ അടുത്തത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പടത്തിന് വേണ്ടിയാണ്. അതിനകത്തൂടെ സൂര്യയാണ് എൻ്റെ പഴയൊരു സ്റ്റാർഡം തിരിച്ച് കിട്ടും. ഇപ്പം ഈ കറുപ്പ് ഞാനൊരു തിരിച്ചുവരവായിട്ട് കാണുന്നതേ ഇല്ല. പുള്ളിക്കാരന് അതല്ല തിരിച്ചുവരവ്, വേറെ. ഇപ്പം ജിത്തു മാധവൻ്റെ കൂടെയുള്ള ആ പടം ആണ് ഞാൻ അടുത്തത് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത സൂര്യ 48 റൂമറാണ്. ഇപ്പം IM ഗെയിമിൻ്റെ ഡയറക്ടർ ദുൽഖറുമായിട്ട് വരുന്ന IM ഗെയിമിൻ്റെ ഡയറക്ടർ നഹാസ് ഷിയാഹത്ത്, RDXൻ്റെ ഡയറക്ടർ, പുള്ളിക്കാരനുമായിട്ട് ഒരു പടം വരുന്നുണ്ടെന്ന് ഒരു റൂമർ വരുന്നുണ്ട്, ഉറപ്പില്ല. പിന്നെ ഞാൻ കാത്തിരുന്ന, പിന്നെ ഇത് നടക്കോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന പടമാണ് റോളക്സ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റാൻഡ് അലോൺ പടമായിട്ട് വരുന്നുണ്ടെന്ന് ലോകേഷ് കനകരാജ് ഡയറക്ഷൻ വരുന്നു എന്ന് പറയുന്ന ഒരു പടം വരുന്നുണ്ടെന്ന് കുറേ നാളുകൊണ്ട് കേട്ട് വരുന്നുണ്ട്. നടക്കോ ഇല്ലയോ എന്ന് പറയാൻ ഇപ്പോഴും പറ്റത്തില്ല. ഇരുമ്പുകൈ മായാവി, അത് സൂര്യ വെച്ച് ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ലോകേഷ് കനകരാജ്, അത് ഉപേക്ഷിച്ചു എന്നും വാർത്ത വരുന്നുണ്ട്. പക്ഷേ അത് സൂര്യ വെച്ചായിരുന്നു അത് ചേരുന്നത്. പിന്നെ അടുത്ത പടം എന്ന് പറയുന്നത് ഇതെല്ലാം വരുമോ ഇല്ലയോ, ആദ്യത്തെ 3 പടമേ ഉള്ളൂ ഇതിനകത്ത് കൺഫേം ആയിട്ടുള്ളത്. പിന്നെ വരുമോ ഇല്ലെന്ന് വാടിവാസൽ, ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമയും കൂടിയായിരുന്നു വാടിവാസൽ. അതിൻ്റെ മേക്കിംഗ് വീഡിയോ, ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടപ്പം സൂര്യയുടെ അടുത്ത നാഷണൽ അവാർഡ് ഞാൻ പ്രതീക്ഷിച്ച ഒരു സിനിമയും കൂടിയാണ്. പക്ഷെ അത് താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ടെന്നാണ് ഇപ്പം കേട്ട് വരുന്നത്. ഇപ്പം ഇത്രയാണ് സൂര്യയുടെ അപ്കമിങ് മൂവീസ്. ഇതിനകത്ത് രണ്ടെണ്ണേ ഉള്ളൂ കൺഫേം ആയിട്ട് വരുമെന്നുള്ളത്, ബാക്കിയുള്ളതൊക്കെ റൂമറായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പടം എല്ലാം നല്ലൊരു സ്റ്റാറിലെത്തി എത്തിക്കഴിഞ്ഞാൽ സൂര്യയുടെ ആ പഴയ സ്റ്റാർഡം തിരിച്ചു കിട്ടും. അല്ലാതെ ഇപ്പം വിക്രത്തിനായാലും നല്ലൊരു ഹിറ്റ് ഇപ്പം അത്യാവശ്യമാണ്. വേറെ ആക്ടർമാർ ഇല്ല തമിഴിൽ, ഇപ്പം താങ്ങി നിർത്താൻ ആക്ടർമാരില്ല. ആകെ വിജയ് ഉള്ളായിരുന്നു. വിജയ് ഇപ്പം വേറെ മേഖലയിലോട്ട് പോയി. അതോടെ ഇനി സൂര്യ മാത്രമേ ഉള്ളൂ. സൂര്യ ഒന്ന് രക്ഷപ്പെടുത്തിക്കേണ്ടതും തമിഴ് ഓഡിയൻസ് തന്നെയാണ് രക്ഷപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ കോളിവുഡ് ഇൻഡസ്ട്രി തകരും. പിന്നെ ഇപ്പം വരുന്ന വലിയ പടങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ രജനി ജയിലർ 2 ഒക്കെ വരുന്നുണ്ട്. ജയിലർ 2 ഓടും. പക്ഷെ അതെന്ന് പറഞ്ഞാൽ രജനി സാറിൻ്റെ സ്റ്റാർഡം മാത്രം വെച്ചല്ല, അതിനകത്ത് കുറേ ആക്ടർമാർ വേറെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അത് നല്ല രീതിയിൽ കളക്ട് ആക്കും. ഇപ്പം പഴയതുപോലെ സ്റ്റാർഡത്തിനെക്കാട്ടിലും കൂടുതൽ ഡയറക്ടറെ നോക്കി പടം കാണുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് സൂര്യയുടെ അപ്കമിങ് മൂവീസ്. ഇതിനകത്ത് 2 പടമേ ഉള്ളൂ കൺഫേം ആയിട്ട് വരും എന്ന് നമുക്ക് പറയാൻ പറ്റും. ബാക്കിയുള്ളത് റൂമറാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.